ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് യൂണിവേഴ്സ് മെസ്സേജ് ആണ്. നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് മെസ്സേജ് ഗൈഡൻസ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബ്രേസ്ലെറ്റുകൾ ആവശ്യമുള്ളവർക്കും എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ കറൻറ്റ് എനർജി എന്താണ്? വിസ്ഡം, മെറ്റീരിയൽ ഹാർവസ്റ്റ് വന്നിട്ടുണ്ട്. ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ച്, സോളാർ പ്ലെക്സസ് ചക്ര, ഡിസ്കണക്ട് ആൻഡ് ബൊറീഡം, സ്പിരിച്വൽ പ്രോസ്പെരിറ്റി, മെറ്റീരിയൽ. ഓക്കെ, കറൻ്റ്ലി നിങ്ങളുടെ എനർജിയിനകത്ത് ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വെയിറ്റിംഗ് ഗെയിമാണ് വന്നിട്ടുള്ളത്. അപ്പം ഇവിടെ നിങ്ങളുടെ എനർജിയിനകത്ത് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ചില സിറ്റുവേഷൻസിനോട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഒരു താല്പര്യമില്ലാത്തതുപോലെയാണ് ഇപ്പം നിങ്ങൾ നിൽക്കുന്നത്. അതായത് ചിലപ്പം റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലായിരിക്കാം നിങ്ങൾക്കൊരു ഡിസ്കണക്റ്റ് ഫീൽ ചെയ്യുക. അതായത് ഒട്ടും ഓക്കെ അല്ലാത്തതുപോലെ, താല്പര്യമില്ലാത്ത രീതിയിൽ അതിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നു. അങ്ങനത്തെ ഒരു എനർജിയിലാണ്. ഒരു മടുപ്പ് തോന്നുന്നത് പോലെയുള്ള ഒരവസ്ഥ, ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാകുന്നത് പോലെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിവിടെ ഒരുപാട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ പല കാര്യത്തിനും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളെയും നിങ്ങൾ ആശ്രയിക്കുന്നുണ്ട്, വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് പാഠങ്ങൾ ഇപ്പം നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, അതും നിങ്ങളുടെ ബന്ധങ്ങൾ കാരണമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റെബിലിറ്റി ഇല്ലായ്മ കാരണമായിരിക്കാം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു, ഒരുപാട് ലെസൺസ് എടുത്തു കഴിഞ്ഞു. ഓക്കെ, അപ്പം അതൊരു പരീക്ഷണം പോലെയാണ് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും. ബിക്കോസ് ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വെയിറ്റിംഗ് ഗെയിമാണ് വന്നിട്ടുള്ളത്. വെയിറ്റിംഗ് ഗെയിം എന്ന് പറയുമ്പം ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ നിങ്ങളുടെ ലൈഫിൽ സിറ്റുവേഷൻസ് വരുന്നു. അതൊന്ന് ചെറുതായി റെഡിയായി വരുമ്പോഴത്തേക്കും എഗെയിൻ വേറെ സിറ്റുവേഷൻസ് വരുന്നു. ഇങ്ങനെ ഒരു ലൂപ്പ് പോലെ അതിങ്ങനെ റിപ്പീറ്റ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ റീസൺ നിങ്ങളതിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ടാരോട്ട് കാർഡ്സ് എടുക്കാം. ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. പേജ് ഓഫ് കപ്സും ലവേഴ്സ് കാർഡും ആണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആരെയോ കാത്തിരിക്കുന്നുണ്ട്, ആരുടെയോ വരവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ലവേഴ്സിൻ്റെ എനർജി വരുമ്പോൾ നിങ്ങൾക്ക് സ്നേഹം വേണം. ആ കാത്തിരിക്കുന്ന ആളുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് സ്നേഹം വേണം. സോ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പേജ് ഓഫ് കപ്സ് വരുമ്പം നിങ്ങൾക്ക് ഒരു കോണ്ടാക്ട് ഓർ മെസ്സേജ് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. ഒരു ഇൻഫർമേഷൻ കിട്ടണം, ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് കിട്ടണം, അതിന് വേണ്ടിയിട്ട് ഒരു ന്യൂസ് കിട്ടണം, അതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ചേസ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ ആ ഒരു സംഭവത്തെ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെ നിങ്ങൾ മാറി നിന്നുകൊണ്ട് നോക്കുന്നുണ്ട്, ചേസ് ചെയ്യുന്നുണ്ട്, സ്പൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെരിറ്റി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം അത് എന്ത് തന്നെ ആയാലും നിങ്ങൾക്കത് ലഭിക്കും എന്നുള്ളതാണ്. ഓക്കെ, കാരണം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ള സിറ്റുവേഷൻ കൊണ്ട് നിങ്ങളിപ്പം ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് ഇപ്പം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻസ് കറക്റ്റായിട്ടില്ലാതെ ചിലപ്പോൾ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം യൂണിവേഴ്സ് തരുന്നത്. 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒരു ഹാപ്പി ഫാമിലി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അതായത് മേ ബി നിങ്ങളുടെ ഫാമിലിനകത്ത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ
എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കാം, അല്ലെങ്കിൽ വീട്ടുകാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും. സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സോൾവ് ആവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാമിലീനെ പോലെ ആരെങ്കിലുമൊക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതിനൊരു റീയൂണിയൻ പോസിബിലിറ്റി ആണ് കാണുന്നത്. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലിയുടെ എനർജി. 5 ഓഫ് വാണ്ട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് ഫോർഗീവ്നെസ് ചെയ്യാനാണ്. നിങ്ങളിപ്പം നിങ്ങളുടെ ചുറ്റിനുമുള്ള ആളുകൾ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് വൈരാഗ്യം വെക്കാതെ അവരോട് ക്ഷമിക്കുക, മനസ്സിൽ ക്ഷമിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങൾ ക്ഷമ ചോദിക്കുക. അപ്പോൾ ഫോർഗീവ്നെസ് ആണ് കാണുന്നത്. നിങ്ങൾക്ക് ലൈഫിനെ ഒരു കോമ്പറ്റീഷൻ പോലെ ഫേസ് ചെയ്യേണ്ടി വരും, ഒരു ചാലഞ്ച് പോലെ ഫേസ് ചെയ്യേണ്ടി വരും. മനസ്സിലാക്കുക, അത് നിങ്ങൾ പഠിക്കാനുള്ള പാഠങ്ങൾ മാത്രമാണ്. ഈസി ആയിട്ട് ലൈഫിനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്ന ചാലഞ്ചുകളോ മറ്റുള്ളവരോട് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നതൊന്നും വലിയ കാര്യമായിട്ട് തോന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ 5 ഓഫ് വാണ്ട്സിൻ്റെ എനർജി വരുമ്പം നിങ്ങളുടെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന എവിടെയെങ്കിലുമൊക്കെ അവിടുത്തെ ആളുകളുമായിട്ട് നിങ്ങൾക്ക് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മത്സരിക്കേണ്ടി വരും. അപ്പം നിങ്ങൾ ടെൻസ്ഡ് ആയി പോകും. ചിലപ്പോൾ അവിടെ ഫൈറ്റിംഗ് വരെ ഉണ്ടായേക്കാം. ഓക്കെ, ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകാം, ഫൈറ്റിംഗ് ഉണ്ടാകാം. അപ്പം മുന്നോട്ട് പോകുന്നതിനെ വളരെ ശ്രദ്ധയോടെ മാത്രം കൈകാര്യം ചെയ്യുക. ആളുകളുമായിട്ട് ഇടപഴകേണ്ട എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ പരമാവധി സൈലൻ്റായി അതിനെ കാമായി നിന്നുകൊണ്ട് ഹാൻഡിൽ ചെയ്യുക ആ ഒരു സിറ്റുവേഷനെ. ചാരിയറ്റിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുന്ന നിങ്ങളുടെ ഒരു ന്യൂ ജേണിക്ക് വേണ്ടി നിങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുന്ന കാര്യം എന്താണോ അത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 2 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ് ഇത്. നിങ്ങളിപ്പോൾ അബ്രോഡൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതായത് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും കടൽ കടന്ന് ദൂരെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഈ ഷിപ്പിലൊക്കെ ജോലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അത് നിങ്ങൾക്ക് പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആക്ഷൻ എടുത്തോളൂ. ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ ആപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് പഠിക്കാനാണെങ്കിൽ അത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോളൂ. 8 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ഉടനെ തന്നെ കിട്ടാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളായിരിക്കാം. എന്ത് കാര്യമായിക്കോട്ടെ, ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, കരിയർ റിലേറ്റഡ് ആയിക്കോട്ടെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു കാര്യമായിരിക്കാം. നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് കിട്ടാൻ പോകുന്നുണ്ട്. ഒരു ഗുഡ് ന്യൂസ് എന്ന് പറയുമ്പം അതൊരു സഡൻ ആയിട്ടാണ്, അത് ഡിലേ അല്ല, പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. ഓക്കെ, ഫൈനലി ഒരേ ഒരു കാർഡ് 7 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. ഇത് കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ്. നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഓരോ മറ്റുള്ള ആളുകളുമായിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് കമ്മ്യൂണിക്കേഷനിലാണ്. ഓക്കെ, നിങ്ങൾ സംസാരിച്ച് തുടങ്ങുമ്പം ചിലപ്പം അവിടെ അടിയാവാം, വഴക്കാകാം. അപ്പം മറ്റുള്ള ആളുകളിൽ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ള ആളുകളുടെ അടുത്ത് ഇടപഴകുമ്പം വളരെ സൂക്ഷിച്ച് മാത്രം ഇടപെടുക. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ വരും. അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്താൻ ശ്രമിക്കുക. ഓക്കെ, അതായത് ഹൈഡ് ചെയ്യാതെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തിയാൽ തന്നെ നിങ്ങളുടെ ഇടയിലുള്ള പകുതി പ്രോബ്ലംസും ഇല്ലാതാവും എന്നുള്ളത് കാണുന്നുണ്ട്. ഓക്കെ, ഇനി സോഡിയാക് സൈൻ നോക്കാം. ടോറസ്, പൈസിസ്, ഏരിയസ്, ക്യാൻസർ, ടോറസ് അഗെയിൻ, സ്കോർപിയോ, ക്യാൻസർ, ടോറസ് അഗെയിൻ വന്നിട്ടുണ്ട്, സ്കോർപിയോ, ജമിനി, സാജിറ്റേറിയസ്, ലിബ്ര. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ക്ലൂസും കൂടി നോക്കാം. ലെറ്റർ സി ആൻഡ് ഡി വന്നിട്ടുണ്ട് 7, ലെറ്റർ ടി 6 വന്നിട്ടുണ്ട്, 45, 33, ലെറ്റർ യു എഫ് 25, 24, ലെറ്റർ ആർ 11, 5, 43, 25,
ലെറ്റർ എച്ച് 38, 38, 13, 28, ലെറ്റർ എസ്, ക്യൂ ആൻഡ് 34. ഇത് നിങ്ങളുടെ നെയിമിൻ്റെ ലെറ്റേഴ്സ് ആയിരിക്കാം, ഓർ നിങ്ങളുടെ ഏജ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് ആയിരിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള റീഡിംഗ് ഇത്രയേ ഉള്ളൂ. ഇതിൽ പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്ലെയിം ചെയ്യാൻ വേണ്ടി ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.